ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം ഇത് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. ദൈവം ആത്മാവാകുന്നു, അവിടുത്തെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്നു. സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് ആർപ്പെടുകയും സന്തോഷത്തോടെ യഹോവയെ സേവിക്കുകയും സംഗീതത്തോടെ അവിടുത്തെ സന്നിധിയിൽ വരുന്നു. യഹോവ തന്നെ ദൈവം എന്നറിവ് അവിടുന്ന് നമ്മെ ഉണ്ടാക്കി നാം ദൈവത്തിനുള്ളവർ ആകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും കരുണാമയനുമായ ഞങ്ങളുടെ കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധ ദിവസത്തിൻ്റെ അതിരാവിലെ സമയത്തിനായി ഈ പ്രഭാത ആരാധനയോർത്തും ഞങ്ങളേക്ക് നന്ദിയും സ്തോത്രവും അർപ്പിക്കുന്നു. വീണ്ടും ഒരു വിശുദ്ധ ദിവസം ഞങ്ങളുടെ ജീവിതത്തിൽ ഇവിടെ നൽകിയിരിക്കുന്നുവല്ലോ. പ്രത്യേകിച്ച് പുതിയൊരു മാസത്തിൻ്റെ ആദ്യ ഞായറാഴ്ച ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ദൈവത്തെ ആരാധിക്കാൻ നൽകിയിരിക്കുന്ന അവസരത്തിനായിട്ട് സ്തോത്രം. ദൈവമായ കർത്താവെ, ലോകത്തെ അവിടുത്തെ സൗഖ്യത്താൽ നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ ദേശത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്തെ അവിടുന്ന് കാത്തു പരിപാലിക്കണമേ. എല്ലാവിധമായ രോഗങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അവിടുന്ന് വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങൾക്ക് ഒരുമിച്ച് ദേവാലയത്തിൽ വരുവാൻ സാധിക്കുന്നില്ല എങ്കിൽ തന്നെയും ഞങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിൽ ആയിരിക്കുന്ന സാധ്യതകളിൽ ദൈവത്തെ ആരാധിക്കാൻ അവിടുന്ന് സഹായിച്ചിരിക്കുന്നുവല്ലോ. ഞങ്ങളുടെ ആരാധനയും പ്രാർത്ഥനയും അവിടുന്ന് സ്വീകരിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ബലഹീനതയിലും രോഗത്തിലുമായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ അവിടുത്തെ സൗഖ്യത്താൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ അവസ്ഥകളിലൊക്കെ മാറ്റം വന്ന് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാനായിട്ട് ഞങ്ങൾ ഒരുക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ഇന്നത്തെ ആരാധനയുടെ മഹത്വം അവിടുന്ന് സ്വീകരിക്കണമേ. ആദ്യോടൊന്നും അവിടുത്തെ പരിശുദ്ധാത്മ കൃപ പകരണമേ. യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ക്രിസ്ത്യ ആരാധനയുള്ള പാഠപുസ്തകത്തിലെ 124-ാമത്തെ ഗാനം നമുക്ക് ദൈവസന്നിധിയിൽ എല്ലാവർക്കും എഴുന്നേറ്റ് നിന്നുകൊണ്ട് പാടാം. ആശിഷമായിരിക്കും എന്നുള്ള ഗാനം 124. Be
അഞ്ചാമത്തെ സ്തുതിയുടെ വചനങ്ങൾ, മൂന്നാമത്തെ ഭാഗം പ്രതിവാക്യമായി ചൊല്ലി നമുക്ക് ദൈവത്തെ ആരാധിക്കാം. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആകാശവും ഭൂമിയും അവിടുത്തെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, അങ്ങേക്ക് മഹത്വം ഉണ്ടാകട്ടെ. ദൈവമേ, അങ്ങ് പരിശുദ്ധനാകുന്നു. മരണമില്ലാത്ത ദൈവമേ, അങ്ങ് പരിശുദ്ധനാകുന്നു. ദൈവമേ, അങ്ങ് പരിശുദ്ധനാകുന്നു. മരണമില്ലാത്ത ദൈവമേ, അങ്ങ് പരിശുദ്ധനാകുന്നു. ദൈവമേ, അങ്ങ് പരിശുദ്ധനാകുന്നു. മരണമില്ലാത്ത ദൈവമേ, അങ്ങ് പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സൃഷ്ടാവേ, അങ്ങേക്ക് സ്തുതി. ദുഷ്ടൻ തന്റെ വഴിയെ, നീതികെട്ടവൻ തന്റെ വിചാരങ്ങളെ ഉപേക്ഷിച്ച് യഹോവയിലേക്ക് തിരിയട്ടെ. അവിടുന്ന് അവനോട് കരുണ കാണിക്കും. നമ്മുടെ ദൈവത്തിലേക്ക് തിരിയട്ടെ. അവിടുന്ന് ധാരാളം ക്ഷമിക്കുന്നു. ഇസ്രായേലിനെ നിന്റെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് മടങ്ങി ചെല്ലുക. നിന്റെ അകൃത്യ നിമിത്തമല്ലോ നീ വീണിരിക്കുന്നത്. നിങ്ങൾ അനുതാപവാക്യങ്ങളോടുകൂടെ യഹോവയുടെ അടുക്കൽ മടങ്ങിച്ചെന്ന് അവിടത്തോട് സകല അകൃത്യവും ക്ഷമിച്ച് ഞങ്ങളെ കൃപയോടെ കൈക്കൊള്ളണമേ. അനാഥന് തിരുസന്നിധിയിൽ കരുണ ലഭിക്കുന്നു എന്ന് പറയുന്നു. നമുക്ക് മുട്ടുകുത്തി ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ പാപങ്ങളെയും കുറവുകളെയും ദൈവസന്നിധിയിൽ ഉണർന്നുകൊണ്ട് പശ്ചാത്താപ ഹൃദയത്തോടുകൂടെ ദൈവസന്നിധിയിൽ പാപക്ഷമയ്ക്കായി നമുക്ക് യാചിക്കാം. പാപത്തെ വെറുത്ത് പാപിയെ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ എല്ലാ കുറവുകളെയും നമുക്ക് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. നിന്റെ പാപം കഴുക യേശുവിൻ്റെ രക്തം മാത്രം. എന്നെ പൂർണ്ണനാക്കുവാൻ യേശുവിൻ്റെ രക്തം മാത്രം. ആവില ഏറിയ ശുദ്ധമാക്കും നദി വേറെ അറിയുന്നില്ല. യേശുവിൻ്റെ രക്തം മാത്രം എന്നെ ശുദ്ധനാക്കുവാൻ മാത്രം. പാപക്ഷമ ലഭിപ്പാൻ യേശുവിൻ്റെ രക്തം മാത്രം. ശുദ്ധമാക്കും നദി വേറെ അറിയുന്നില്ല. യേശുവിൻ്റെ രക്തം മാത്രം. അവിടുത്തെ രക്തത്താൽ എന്നെ ശുദ്ധീകരിക്കണമേ, എന്റെ പാപങ്ങളെ ക്ഷമിക്കണമേ എന്നുള്ള പ്രാർത്ഥനയുടെ ആരാധന ക്രമം 12-ാം പ്രത്തിൽ കാണുന്ന പ്രാർത്ഥനകളിൽ നമുക്ക് പങ്കുചേരാം. ഓരോ പ്രാർത്ഥനാപേക്ഷയുടെ പിന്നാലെ കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്ന് നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. വിശുദ്ധിയും കൃപയും നിറഞ്ഞ ദൈവമേ, നുറുങ്ങിയ ഹൃദയമുള്ളവർക്ക് തന്റെ രക്ഷ നൽകുന്നതിനായി എപ്പോഴും ഒരുങ്ങിയിരിക്കുന്നവനായുള്ളവേ, അടിയാറുടെ അഭയാചനകൾ ചെവിക്കൊള്ളുവാൻ കൃപയുണ്ടാകണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ നേരിട്ട എല്ലാ തിന്മകളും പലവിധമായ അനുസരണക്കേടുകളും ഓർത്ത് ഞങ്ങൾ ഹൃദയം നുറുങ്ങി സങ്കടപ്പെടുന്നു. നിർമ്മലവും രമ്യവുമായ ചിന്തിക്കുന്നതിന് തടസ്സമായി ഞങ്ങളുടെ ഹൃദയങ്ങളെ ഭരിക്കുന്ന ചിന്താകളും ഭയം, സംശയം, ആശങ്ക, പക എന്നീ ദോഷങ്ങൾ ഓർത്ത് ഞങ്ങൾ ദുഃഖിക്കുന്നു. ഞങ്ങളുടെ ഹൃദയകാഠിന്യം, അഹങ്കാരം, ആത്മസംതൃപ്തി, ഞങ്ങൾ മനഃപൂർവ്വമായി ചെയ്തുപോയ അക്രമങ്ങൾ ഇവയിൽ നിന്ന് മോചനം നൽകണമെന്ന് അങ്ങയോട് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ രഹസ്യ
കുറ്റങ്ങൾക്കായി ഞങ്ങൾ ക്ഷമായാചനം ചെയ്യുന്നു. ഞങ്ങൾ സംസാരിച്ചിട്ടുള്ള ഈർഷ്യയും കയ്പ് നിറഞ്ഞ വാക്കുകൾ ഓർത്തും ഞങ്ങളുടെ പ്രേരണയിൽ സംഭവിച്ചിട്ടുള്ള ശ്രദ്ധകൾ ഓർത്തും മനുഷ്യരുടെ ഇടയിൽ സ്നേഹവും സമാധാനവും ഉണ്ടാക്കുന്നതിൽ വെച്ച നല്ല സന്ദർഭങ്ങൾ പാഴാക്കിയതോർത്തും ഞങ്ങൾ ദുഃഖിക്കുന്നു. മറ്റുള്ളവർ സഹിക്കുന്ന അന്യായങ്ങളും സങ്കടങ്ങളും കണ്ടിട്ട് അവയെ അല്പപോലും ഗണ്യമാക്കാതെ ഞങ്ങൾക്ക് ലഭിച്ച നന്മകൾ മറ്റുള്ളവരുമായി പങ്കിടാതെ ദുരുപയോഗപ്പെടുത്തിയതോർത്തും ഞങ്ങളുടെ സ്വാർത്ഥ കാര്യങ്ങളിൽ ജീവിച്ച് കാണിച്ച അമിതമായ താല്പര്യമോർത്തും സഹോദര സ്നേഹം കൂടാതെ ജീവിച്ചതോർത്തും ഞങ്ങൾ മഹാസങ്കടത്തോടുകൂടെ അങ്ങേ സമീപിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. എപ്പോഴും കരുണയുണ്ടാവുകയും ക്ഷമിക്കുകയും ചെയ്യുന്ന ദൈവമേ, ഞങ്ങളുടെ താഴ്മയുള്ള അപേക്ഷകൾ ചൊല്ലിക്കൊള്ളണമേ. ഞങ്ങളുടെ പാപങ്ങൾ കൊണ്ട് ബന്ധിക്കപ്പെട്ടവരാകുന്നു എങ്കിലും അവിടുത്തെ മഹാകരുണ കൊണ്ട് അവയിൽ നിന്ന് ഞങ്ങൾ അഴിച്ചു വിടണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ആമേൻ. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കൽ കൊണ്ട് അവിടുന്ന് നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. നമ്മുടെ ഇതിന് മാത്രമല്ല, സർവ്വലോകത്തിന്റെ പാപത്തിനും തന്നെ. അവിടുന്ന് നമ്മുടെ പാപങ്ങൾക്കൊത്തവണ്ണം നമ്മോട് ചെയ്യുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾക്കൊത്തവണ്ണം നമ്മോട് പകരം ചെയ്യുന്നില്ല. ആകാശം ഭൂമിക്ക് ഉയർന്നിരിക്കുന്നത് പോലെ അവിടുത്തെ ദയ തന്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു. ഉദയം അസ്തമയത്തോട് അകന്നിരിക്കുന്നത് പോലെ അവിടുന്ന് നമ്മുടെ ലംഘനങ്ങൾ നമ്മോട് അകറ്റിയിരിക്കുന്നു. സർവശക്തനും കരുണയുള്ളവനുമായ കർത്താവ് പാപമോചനവും മാപ്പും ജീവിതം പുതുക്കുന്നതിനുള്ള അവസരവും പരിശുദ്ധാത്മാവിന്റെ കൃപയും ആശ്വാസവും നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ. ആമേൻ. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന പാപക്ഷമയും എല്ലാവിധമായ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും സ്തോത്രം അർപ്പിച്ചുകൊണ്ട് ആരാധനകളും 14-ാം പ്രവർത്തനം കാണുന്ന പൊതുവിലുള്ള സ്തോത്ര പ്രാർത്ഥന നന്ദിയോടെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. സർവശക്തിയുള്ള ദൈവമേ, മഹാകരുണയുള്ള പിതാവേ, അങ്ങയുടെ അയോഗ്യദാസരായ ഞങ്ങളോടും സകല മനുഷ്യരോടും അങ്ങേക്കുള്ള സകല കരുതലുകൾക്കായും ആർദ്രതയ്ക്കായും ഞങ്ങൾ അങ്ങേക്ക് മഹാവിനും മനഃപൂർവ്വമായ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ സൃഷ്ടിച്ചതിനും പരിപാലിക്കുന്നതിനും ഈ ആയുസ്സിലെ സകല അനുഗ്രഹങ്ങൾക്കായും എല്ലാറ്റിനും മേലായും ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിനാമൂലം ലോകത്തെ വീണ്ടെടുത്ത അവിടുത്തെ വിലമതിച്ചുകൂടാത്ത സ്നേഹത്തിനായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. അങ്ങ് നൽകിയ കൃപാവഴികൾക്ക് വേണ്ടി മഹത്വത്തിന്റെ പ്രത്യാശയ്ക്ക് വേണ്ടി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങൾ കളങ്കമില്ലാതെ നന്ദിയുള്ളവയായി തീരേണ്ടതിനും അങ്ങേ സേവിക്കുന്നതിന് ഞങ്ങളെ ഏൽപ്പിച്ച നാളുകൾക്കൊക്കെയും വിശുദ്ധിയോടും നീതിയോടും അങ്ങയുടെ മുമ്പാകെ നടക്കേണ്ടതിനും അങ്ങനെ ഞങ്ങളുടെ അധരങ്ങൾ കൊണ്ട് മാത്രമല്ല ഞങ്ങളുടെ ജീവിതം കൊണ്ടും അവിടുത്തെ സ്തുതി പ്രസിദ്ധപ്പെടുത്തേണ്ടതിനും അവിടുത്തെ സകല ഘടനകളെ കുറിച്ചുള്ള ബോധം ഞങ്ങൾക്ക് തരണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിനാമൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കണമേ. ആമേൻ. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ആരാധനക്രമം 22-ാം പദത്തിൽ കാണുന്ന സ്നേഹവചനങ്ങൾ നമുക്ക് ഒരുമിച്ച് ചൊല്ലാം. ആരാധനക്രമം 22-ാമത്തെ സ്നേഹത്തിന്റെ വചനങ്ങൾ നമുക്ക് ഒരുമിച്ച് ചൊല്ലാം. ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചിലമ്പുന്ന കൈത്താളമോ അത്രേ. എനിക്ക് പ്രവചനപരമുണ്ടായിട്ട് സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ലഭിച്ചാലും മലകളെ നീക്കുവാൻ എൻ്റെ വിശ്വാസം ഉണ്ടായാലും സ്നേഹമില്ല എങ്കിൽ ഞാൻ ഏകമില്ല. എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്യാനും എൻ്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും സ്നേഹമില്ല എങ്കിൽ എനിക്കൊരു പ്രയോജനവുമില്ല. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർശിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു. എല്ലാം ഓർക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം ശ്രമിക്കുന്നു. സ്നേഹം ഒരു നാളും മുതിർന്നു പോകുകയില്ല. സ്നേഹവാനായ കർത്താവേ, സ്നേഹത്തിന്റെ കൂട്ടായ്മയിൽ വസിക്കുവാൻ ഞങ്ങൾക്ക് കൃപ പകരണമേ. ആമേൻ. നമ്മുടെ വിശ്വാസം അപ്പോസ്തല വിശ്വാസ പ്രമാണത്തിന്റെ വാക്കുകളിൽ നമുക്ക് സ്വീകരിച്ച് പ്രഖ്യാപിക്കാം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് പരിശുദ്ധാത്മാവിനാൽ കന്യകമറിയിൽ ഉത്പാദിക്കപ്പെട്ട് ജനിച്ചു. പൊന്തിയോസ് പിലാത്തോസിന്റെ കീഴിൽ കഷ്ടപ്പെട്ടു, കുരിശിൽ തറയ്ക്കപ്പെട്ടു, മരിച്ചു അടക്കപ്പെട്ടു. അവിടുന്ന് മരിച്ചവരിലേക്ക് ഇറങ്ങി 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു.
അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്നു. അവിടെ നിന്ന് ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായീകരിപ്പാൻ അവിടുന്ന് വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക സഭയിലും വിശുദ്ധന്മാരുടെ സംഘത്തിലും പാപമോചനത്തിലും മരിച്ചവരുടെ പുനരുത്ഥാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഇന്നത്തേക്കുള്ള പ്രത്യേക സങ്കീർത്തന ഭാഗം നമുക്ക് പ്രതിവാക്യമായി ചൊല്ലാം. 147-ാമത്തെ സങ്കീർത്തനം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. 147-ാമത്തെ സങ്കീർത്തനം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ പ്രതിവാക്യമായി ചൊല്ലാം. യഹോവയെ സ്തുതിപ്പിൻ, നമ്മുടെ ദൈവത്തിന് കീർത്തനം പാടുന്നത് നല്ലത്, അത് മനോഹരവും സ്തുതി ഉചിതവും തന്നെ. മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു. നമ്മുടെ കർത്താവ് വലിയവനും ശക്തിയേറിയവനും ആകുന്നു, അവന്റെ വിവേകത്തിന് അന്തമില്ല. സ്തോത്രത്തോടെ യഹോവയ്ക്ക് പാടുവൻ, കിന്നരത്തോടെ നമ്മുടെ ദൈവത്തിന് കീർത്തനം ചെയ്യുവൻ. അവൻ മൃഗങ്ങൾക്കും കരയുന്ന കാട്ടുകുഞ്ഞുങ്ങൾക്കും അതതിന്റെ ആഹാരം കൊടുക്കുന്നു. തന്നെ ഭയപ്പെടുകയും തന്റെ ദയയെ പ്രത്യാശിക്കുകയും ചെയ്യുന്നവരിൽ യഹോവ പ്രസാദിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ, ആദിയിലും ഇപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ. ആമേൻ. ഇന്നത്തേക്കുള്ള വിശുദ്ധ സുവിശേഷം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 14 മുതൽ 30 വരെയുള്ള വാക്യങ്ങളെ നമുക്ക് ശ്രദ്ധിക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 14 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. ഒരു മനുഷ്യൻ പരദേശത്ത് പോകുമ്പോൾ ദാസന്മാരെ വിളിച്ച് തന്റെ സമ്പത്ത് അവരെ ഏൽപ്പിച്ചു. ഒരുവന് 5 താലന്ത്, ഒരുവന് 2, ഒരുവന് 1, ഇങ്ങനെ ഓരോരുത്തര് അവനവന്റെ പ്രാപ്തി പോലെ കൊടുത്തു. യാത്ര പുറപ്പെട്ടു. 5 താലന്ത് ലഭിച്ചവൻ ഉടനെ ചെന്ന് വ്യാപാരം ചെയ്ത് വേറെ 5 താലന്ത് സമ്പാദിച്ചു. അങ്ങനെ തന്നെ 2 താലന്ത് ലഭിച്ചവൻ വേറെ 2 നേടി. 1 ലഭിച്ചവനോ പോയി നിലത്ത് ഒരു കുഴി കുഴിച്ചു, യജമാനന്റെ ദ്രവ്യം മറച്ചു വെച്ചു. വളരെ കാലം കഴിഞ്ഞ ശേഷം ആ ദാസന്മാരുടെ യജമാനൻ വന്ന് അവരുമായി കണക്ക് തീർത്തു. 5 താലന്ത് ലഭിച്ചവൻ അടുക്കെ വന്ന് വേറെ 5 കൂടെ കൊണ്ടുപോയി. യജമാനനെ, 5 താലന്തല്ലോ എന്നെ ഏൽപ്പിച്ചത്, ഞാൻ 5 താലന്ത് കൂടെ നേടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് യജമാനൻ, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും, നിന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കാം എന്ന് അവനോട് പറഞ്ഞു. 2 താലന്ത് ലഭിച്ചവനും അടുക്ക് വന്നു. യജമാനനെ, 2 താലന്തല്ലോ എന്നെ ഏൽപ്പിച്ചത്, ഞാൻ 2 താലന്ത് കൂടെ നേടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് യജമാനൻ, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും, നിന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക എന്ന് അവനോട് പറഞ്ഞു. 1 താലന്ത് ലഭിച്ചവനും അടുക്കെ വന്നു. യജമാനനെ, നീ വിതയ്ക്കാത്തടുത്ത് നിന്ന് കൊയ്യുകയും വിതറാത്തടുത്ത് നിന്ന് ചേർക്കുകയും ചെയ്യുന്ന കഠിന മനുഷ്യൻ എന്ന് ഞാൻ അറിഞ്ഞു ഭയപ്പെട്ട് ചെന്ന് നിന്റെ താലന്ത് നിലത്ത് മറച്ചു വെച്ചു, നിന്റേത് ഇതാ, എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞു. അതിന് യജമാനൻ ഉത്തരം പറഞ്ഞത്, ദുഷ്ടനും മടിയനും ആയ ദാസനെ, ഞാൻ വിതയ്ക്കാത്തടുത്ത് നിന്ന് കൊയ്യുകയും വിതറാത്തടുത്ത് നിന്ന് ചേർക്കുകയും ചെയ്യുന്നവൻ എന്ന് നീ അറിഞ്ഞുവല്ലോ. നീ എൻ്റെ ദ്രവ്യം പൊൻവാണിഭക്കാരെ ഏൽപ്പിക്കേണ്ടിയിരുന്നു. എന്നാൽ ഞാൻ വന്ന് എൻ്റേത് പലിശയോടുകൂടെ വാങ്ങിക്കൊള്ളുമായിരുന്നു. ആ താലന്ത് അവന്റെ പക്കൽ നിന്ന് എടുത്ത് 10 താലന്തുള്ളവന് കൊടുപ്പിൻ. അങ്ങനെ ഉള്ളവന് കേവലം ലഭിക്കും, അവന് സമൃദ്ധിയും ഉണ്ടാകും, ഇല്ലാത്തവനോട് ഉള്ളതും കൂടെ എടുത്തു കളയും. എന്നാൽ കൊള്ളരുതാത്ത ദാസനെ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളവിൽ, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. ഇവിടെ ഇന്നത്തേക്കുള്ള സുവിശേഷ പാഠം വായിച്ച് അവസാനിച്ചിരിക്കുന്നു. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. നമ്മുടെ ആവശ്യങ്ങളെ ദൈവത്തോട് നമുക്ക് അറിയിക്കാം. പ്രാർത്ഥന കേട്ട് ഉത്തരം നൽകുന്ന കർത്താവ്
നമ്മുടെ എല്ലാ അപേക്ഷകൾക്കും മറുപടി നൽകുവാനായിട്ട് നമുക്ക് ദൈവത്തോട് യാചിക്കാം. പലവിധമായ ആവശ്യഭാരങ്ങളിലായിരിക്കുന്ന എല്ലാവരെയും നമുക്ക് പ്രത്യേകം ഓർക്കാം. വിജയമാക്കുന്ന മാതാവിനെ, രാജന്റെ എന്ന സഹോദരനെ, ലക്ഷ്മി എന്ന സഹോദരിക്കായിട്ടും സുകുമാരൻ എന്ന പിതാവിനായിട്ടും നിധുൻ എന്ന പ്രിയവാനായിട്ടും പ്രാർത്ഥിക്കാം. അതുപോലെ കോവിഡ് മഹാമാരി നമ്മുടെ രാജ്യത്തെയും ലോകത്തെയും നമ്മുടെ ദേശത്തെയൊക്കെ ബാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്നുള്ള സൗഖ്യത്തിനായി, വിമോചനത്തിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവം ഈ മഹാമാരിയിൽ നിന്ന് ഒരു വിമോചനം നൽകുവാനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവിൽ നിന്നുള്ള അത്ഭുത സൗഖ്യം, അത്ഭുത വിടുതൽ ദേശത്തിന് മുഴുവൻ നൽകണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങളെ, ഉപജീവന മാർഗങ്ങളെ, നമ്മുടെ ആവശ്യങ്ങളെ, നമ്മുടെ പ്രത്യേക പ്രാർത്ഥനകളെ എല്ലാം നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. വിശേഷിയാൽ 10ാം ക്ലാസ് പരീക്ഷ അതിൻ്റെ റിസൾട്ട് ലഭിച്ച് വിവിധമായ വിജയങ്ങൾ കരസ്ഥമാക്കിയ നമ്മുടെ എല്ലാ കുഞ്ഞുങ്ങളെയും, എല്ലാ കുട്ടികളെയും, ദേശത്തിലെ എല്ലാ കുട്ടികളെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. അവരുടെ തുടർ പഠനം അനുഗ്രഹിക്കപ്പെടുവാനായിട്ട് പ്രാർത്ഥിക്കാം. ദൈവികമായ ജ്ഞാനം അവർക്ക് ലഭിക്കുവാനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങളെയും ദൈവത്തോട് നമുക്ക് അറിയിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന നൽകണമേ കർത്താവേ, നൽകണമേ. പുത്രന്റെ നാമത്തിൽ ചോദിക്കും കാര്യങ്ങൾ, പുത്രന്റെ നാമത്തിൽ ചോദിക്കും കാര്യങ്ങൾ ഉത്തരം തന്നരുളാം എന്നുള്ളൊരു വാഗ്ദത്തം പോലയവാൻ, എന്നുള്ളൊരു വാഗ്ദത്തം പോലയവാൻ. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന നൽകണമേ കർത്താവേ, യാചന നൽകണമേ. ഭൃത്യരനേകരി പ്രാർത്ഥന കേട്ടു നീ, ഭൃത്യരനേകരി പ്രാർത്ഥന കേട്ടു നീ, ഉത്തരം നൽകിയതോ അത്യാദരം തൃപ്പാദം തേടിടുന്നേ, അത്യാദരം തൃപ്പാദം തേടിടുന്നേ. പ്രാർത്ഥന കർത്താവേ, യാചന നൽകണമേ കർത്താവേ, യാചന നൽകണമേ. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും വാക്കുമാറാത്തതുമായി ഞങ്ങളെ ദിനതോറും നടത്തി പരിപാലിക്കുന്ന ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധ ദിവസത്തിന്റെ രാവിലെ സമയത്തിനായി അങ്ങേക്ക് സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിലും ഞങ്ങൾക്ക് പ്രത്യേകമായി ദൈവത്തെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും നൽകിയിരിക്കുന്ന അവസരത്തിനായിട്ട് സ്തോത്രം. ആരാധനയുടെ ഈ പ്രാർത്ഥനാ സമയത്ത് ഞങ്ങളുടെ വിവിധമായ ആവശ്യങ്ങൾ ഞങ്ങൾ സഭയായി, കുടുംബങ്ങളായി, ദേശമായി ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകളെ അവിടുന്ന് കേട്ട് അനുഗ്രഹിക്കണമേ. ദൈവ ഭക്തന്മാരുടെ, യഹോവ ഭക്തന്മാരുടെ പ്രാർത്ഥന കേട്ട് അനുഗ്രഹിക്കുന്ന, വിടുതൽ നൽകുന്ന, സൗഖ്യം വരുത്തുന്നവനായ ഞങ്ങളുടെ കർത്താവേ, അവിടുത്തെ പരിശുദ്ധാത്മ സാന്നിധ്യത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളുടെ ആരാധന അവിടുന്ന് സ്വീകരിക്കണമേ. ജനങ്ങൾ കർത്താവെ വ്യത്യസ്ത സ്ഥലങ്ങളിലും ഭവനങ്ങളിലും ആയിരുന്നുകൊണ്ടുള്ള അവിടെ ആരാധനയെ അവിടുന്ന് സ്വീകരിക്കണമേ. ഞങ്ങൾ വിവിധമായ നിലകളിൽ കഴിക്കുന്ന ഞങ്ങളുടെ സമർപ്പണങ്ങളെയും ആരാധനയും സ്വീകരിച്ച് ദേശത്തിന് അവിടുന്ന് അനുഗ്രഹം നൽകണമേ, സൗഖ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ലോകത്തിന്റെ സൗഖ്യത്തിനാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. ലോകത്തെ ബാധിച്ചിരിക്കുന്ന മഹാമാരിയിൽ നിന്നുള്ള വിടുതലിനെ അവിടെ നൽകണമേ. കർത്താവേ, മഹാമാരി ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുവാൻ, എല്ലാവരും സൗഖ്യം പ്രാപിക്കുവാൻ, ദൈവികമായ കൃപകളാൽ നിറയപ്പെടുവാൻ അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങളിൽ നിന്ന് ദൂരത്തും വിദേശത്തും കഴിയുന്ന പ്രിയപ്പെട്ടവർക്കായിട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അവിടുത്തെ സാന്നിധ്യവും കൃപയും സംരക്ഷണവും അവരുടെ ജീവിതങ്ങളിൽ പകരണമേ പ്രാർത്ഥിക്കുന്നു. ദൈവിക സൗഖ്യം അവരുടെ ജീവിതങ്ങളിൽ പകരപ്പെടുവാൻ അവിടുന്ന് കൃപ ചെയ്യണമേ. ഞങ്ങളുടെ രാജ്യത്തെയും ഞങ്ങളുടെ സംസ്ഥാനത്തെയും പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കുന്നത്
രോഗവ്യാപന ശക്തികളിൽ നിന്ന് അവിടെ വിടുവിക്കണമേ. എല്ലാവരും നിയന്ത്രണങ്ങളോടുകൂടെ ജീവിക്കുവാൻ അവിടുന്ന് സഹായിക്കണമേ. ആരോഗ്യ പ്രവർത്തകരെ, ഡോക്ടേഴ്സിനെ, നഴ്സുമാരെ, സന്നദ്ധ പ്രവർത്തകരെ, ഗവൺമെന്റുകളെ, പ്രവർത്തനങ്ങളെല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ശക്തീകരിക്കണമേ, അനുഗ്രഹിക്കണമേ, ഫലവത്താക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദേശത്തിനായിട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ ദേശത്തിന്റെ വ്യത്യസ്തമായ സാഹചര്യങ്ങളിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, അവരുടെ കുടുംബങ്ങളെ കർത്താവിന്റെ സൗഖ്യവും അനുഗ്രഹവും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ രോഗ, ശാപ, പാപ ബന്ധനങ്ങളിൽ നിന്ന് അവിടുന്ന് വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദേശത്തിന്റെ മേലും ദൈവിക സൗഖ്യം അവിടുന്ന് പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആശുപത്രിയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഓർമ്മ കർത്താവേ, അവിടുത്തെ അത്ഭുതകരമായ സൗഖ്യവും വിടുതലും അവിടുന്ന് അയക്കണമേ, അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും അവരുടെ കുടുംബാംഗങ്ങളെയും ദേശവാസികളെയും അവിടുന്ന് അനുഗ്രഹിച്ച് സംരക്ഷിക്കണമേ. ദൈവമേ, ഞങ്ങളെല്ലാവരും ദൈവം നൽകിയിരിക്കുന്ന അവസരങ്ങളെ ശരിയായി പ്രയോജനപ്പെടുത്തുവാൻ, അങ്ങേക്ക് പ്രസാദകരമായി ജീവിക്കുവാൻ, ദൈവിക സൗഖ്യം പ്രാപിക്കുവാൻ, ദൈവനാമം ഞങ്ങളിലൂടെ മഹത്വപ്പെടുവാൻ അവിടുന്ന് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദേശത്തെ അവിടുന്ന് സംരക്ഷിക്കണമേ, അനുഗ്രഹിക്കണമേ. കർത്താവെ, ദേശത്തിന്റെ കർത്താവ് രാജ്യത്തിന്റെ ഒക്കെ വിടുതലിനായി പ്രവർത്തിക്കുന്ന എല്ലാ സംഘടനകളെയും, ആരോഗ്യ പ്രവർത്തകരെയും, ഡോക്ടേഴ്സിനെയും, നഴ്സുമാരെയും, പോലീസ് ഉദ്യോഗസ്ഥരെയും, മറ്റെല്ലാ പ്രവർത്തകരെയും അവിടുന്ന് സാമൂഹ്യ പ്രവർത്തകരെയും ഒക്കെ അവിടുന്ന് ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപയിൽ സൂക്ഷിച്ച് പരിപാലിക്കണമേ. ഞങ്ങളുടെ ഇടവകയാണ് സ്തോത്രം ചെയ്യുന്നു. ഇടവകയെ അനുഗ്രഹിക്കണമേ, കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവർ, പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ പേര് ദൈവിക സൗഖ്യം പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിജയമാക്കുന്ന വരാവുന്ന ഓർക്കും ദൈവിക സൗഖ്യവും അനുഗ്രഹവും വിടുതലും പകരണമേ. രാജാവിന്റെ സഹോദരനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ അനുഗ്രഹത്താൽ ശക്തീകരിക്കണമേ, അനുഗ്രഹിക്കണമേ, സൗഖ്യം പകരണമേ. ലക്ഷ്മി എന്നറിയ സഹോദരിക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വിടുതലും അനുഗ്രഹവും നൽകി ശക്തീകരിച്ച് അനുഗ്രഹിക്കണമേ. നിധിരുന്ന പ്രിയമകനായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവിക അനുഗ്രഹവും വിടുതലും അവിടുത്തെ ധാരാളമായിട്ട് പകരണമേ. സുകുമാരൻ എന്ന പിതാവിനെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത്ഭുത സൗഖ്യവും വിടുതലും അവിടുന്ന് അനുഗ്രഹമായിട്ട് നൽകണമേ. മറ്റു പലവിധമായ ഭാരത്തോടും പ്രയാസങ്ങളുമായിരിക്കുന്നവർ അവിടുന്ന് വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ഗർഭിണികളായിരിക്കുന്നവരെ അവിടുന്ന് തക്ക സമയത്ത് വിടുതൽ പ്രാപിച്ച് ധന്യമായ കുടുംബമായി ഞങ്ങൾക്ക് സ്തുതിപ്പാൻ സഹായിക്കണമേ. പ്രസവാനന്തരം ആയിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ബിജിൻ എസ്.എസിനെ കുടുംബമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇന്ദു ബിജിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കൃപയും അനുഗ്രഹവും പകരണമേ. അവർക്ക് ദാനമായിട്ട് നൽകിയ മീഖൽ എന്ന പൈതലിനെ ഓർത്ത് ദൈവത്തിന്റെ സ്തോത്രം അർപ്പിക്കുന്നു. മീവലിനെയും മീഖലിനെയും അവിടുന്ന് അനുഗ്രഹിക്കുകയും അവിടുത്തെ കൃപ പകരുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, പലവിധമായ ആവശ്യഭാരത്തിലായിരിക്കുന്നവർ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കുടുംബ ജീവിതത്തിനായിട്ട് പ്രാർത്ഥിച്ചു കഴിയുന്നവരുണ്ട്. കർത്താവ്, പിടികളിനായി പ്രാർത്ഥിച്ചു കഴിയുന്ന ദമ്പതിമാരുണ്ട്. അവരെ ഞങ്ങൾ പ്രത്യേകം ഓർക്കുന്നു. അവരുടെ ദാമ്പത്യ ജീവിതത്തെ അനുഗ്രഹിക്കണമേ. തലമുറകളുടെ നന്മകളുടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, അവരുടെ ദാമ്പത്യ ജീവിതം അനുഗ്രഹിക്കപ്പെടുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജോലിക്കായി പ്രാർത്ഥിച്ചു കഴിയുന്നവരെ, വിദ്യാഭ്യാസത്തിന്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്നവരെല്ലാം ഓർക്കുന്നു. പ്രത്യേകിച്ച് 10ാം ക്ലാസ്സിൽ വിജയിച്ച എല്ലാ കുഞ്ഞുങ്ങളെയും ഓർക്കുന്ന കർത്താവെ, അവരുടെ തുടർ പഠനവും ഭാവിയും അനുഗ്രഹിക്കണമേ. ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഉചിതമായ അന്വേഷണങ്ങൾ ലഭിക്കുവാൻ, അവരുടെ ആഗ്രഹിക്കുന്ന തലങ്ങളിൽ എത്തിച്ചേരുവാൻ അവിടുന്ന് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ഞങ്ങളുടെ കുടുംബങ്ങളെ എല്ലാം അവിടുന്ന് അനുഗ്രഹിച്ച് പരിപാലിക്കണമേ. അവിടുത്തെ നന്മയിൽ ഞങ്ങളെല്ലാം അവിടുന്ന് സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദേശത്തിന്റെ അനുഗ്രഹത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കൃപയും അനുഗ്രഹവും പകരണമേ. ഗവൺമെന്റുകളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഈ ദേശത്തെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഇടവകയെ കമ്മിറ്റികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കമ്മിറ്റികളിൽ സമർപ്പിക്കുന്നു. എല്ലാ കുടുംബങ്ങളെയും ദേശത്തെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും പ്രവർത്തനങ്ങൾ ദൈവനാമത്തിന് മഹത്വകരമാകുവാൻ അവിടുന്ന് സഹായിക്കണം. സകലമാനവും മഹത്വവും പുകഴ്ചയും എല്ലാം അവിടുത്തേക്ക് തരുന്നു. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം അവിടുന്ന് തരണമേ. ഞങ്ങളുടെ ഇടക്കാരോട് നിങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടകളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പരീക്ഷയിൽ കർത്താവ് ദുഷ്ടങ്ങൾ ക്ഷമിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കുള്ളതല്ലോ. അറിയിപ്പുകളായിട്ട് ഓർമ്മപ്പെടുത്താനുള്ള കാര്യങ്ങൾ നാം മനസ്സിലാക്കിയിരിക്കുന്ന പോലെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ചുറ്റിലുണ്ടായ ചെറിയ ചെറിയ വാർത്തകൾ കാരണമാണ് നമുക്കിന്ന് നമ്മുടെ വാർഡ് ഉൾപ്പെടുന്ന, ആലയം ഉൾപ്പെടുന്ന വാർഡ് കണ്ടെയ്ൻമെൻറ് സോണായി പ്രഖ്യാപിച്ചത്. നമുക്കെല്ലാവർക്കും അറിയാം. നമുക്ക് കൂടുതൽ കരുതലോടും കൂടുതൽ ജാഗ്രതയോടും കൂടുതൽ പ്രാർത്ഥനയോടും ആയിരിക്കാം എല്ലാ കുടുംബങ്ങളെയും
നമുക്ക് പ്രത്യേകം പ്രാർത്ഥനയിൽ ഓർക്കാം. എല്ലാ ഗവൺമെൻറ് ഭാഗത്തു നിന്നും മറ്റ് വിവിധ തലങ്ങളിൽ നിന്നുള്ള എല്ലാ നിർദ്ദേശങ്ങളും കർശനമായി പാലിച്ചുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങളെ ഒന്ന് കരുതിക്കൊണ്ട് നിയന്ത്രിച്ചുകൊണ്ട് നമുക്ക് ആയിരിക്കാം. ദൈവം എല്ലാവരെയും തൻ്റെ സൗഖ്യത്താൽ നടക്കട്ടെ. നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാനുള്ള അവസരത്തെ ദൈവം നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ഈ പ്രത്യേക സാഹചര്യം കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഇനി പൊതു ആരാധന ഉണ്ടാകുന്നത്. അത് പ്രത്യേക നിർദ്ദേശം എല്ലാ കുടുംബങ്ങൾക്കും നൽകുന്നതായിരിക്കും. അത് കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് വാർഡിൻ്റെ അടിസ്ഥാനത്തിലുള്ള 2 ആരാധനകളായിരിക്കും ഉണ്ടായിരിക്കുന്നത്. എല്ലാ ഞായറാഴ്ചയും രാവിലെ 7 മണിക്കും 9 മണിക്കുമായിട്ട് തുടർ നിർദ്ദേശങ്ങൾ ഭവനങ്ങളിൽ അറിയിക്കുന്നതായിരിക്കും. ഈ ആഴ്ചയിൽ വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർ ശ്രീ NR മോഹൻദാസ് ആൻഡ് ശ്രീമതി രാജേശ്വരി മോഹൻ കാർത്തിക, ശ്രീ അജു OS ആൻഡ് ഷീബ അജു പഞ്ചമി. ഈ കുടുംബങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. അവരുടെ ദാമ്പത്യ ജീവിതത്തിൻ്റെ പുതിയ വർഷം ദൈവം അനുഗ്രഹമാക്കി നൽകട്ടെ എന്ന് സഭയുടെ പേരുള്ള എല്ലാ ആശംസകളും നേരുന്നു. ജന്മനാൾ ആഘോഷിക്കുന്നവർ 5-ാം തീയതി ഇന്ന് ജന്മനാൾ ആഘോഷിക്കുന്ന അമൽ ബി അജയ് വിജി ഭവൻ. 6-ാം തീയതി നാളെ ജന്മനാൾ ആഘോഷിക്കുന്ന ശ്രീമതി ബിന്ദു ASP ഭവൻ. 8-ാം തീയതി ജന്മനാൾ ആഘോഷിക്കുന്ന ശ്രീമതി അനിത ജോസ് രേവതി ആറാലും, ശ്രീമതി റോസ്മേരി എരിബ്രാവ്. 9-ാം തീയതി ജന്മനാൾ ആഘോഷിക്കുന്ന ഏബൽ S വിൻസെന്റ് പാറക്കുടി. 10-ാം തീയതി ജന്മനാൾ ആഘോഷിക്കുന്ന സൈജു OS നിവാസ്. ഇവരുടെ പുതിയ വയസ്സ് ദൈവം അനുഗ്രഹിക്കട്ടെ. പുതിയ നന്മകളാലും അനുഗ്രഹങ്ങളാലും അവരെ ദൈവം നിറയ്ക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് 479-ാമത്തെ ഞാൻ സർവ്വസൃഷ്ടികളും ഒന്നായി പുകഴ്ത്തിടുന്ന സൃഷ്ടാവിനെ സ്തുതിക്കാൻ ഈ പാട്ട് പാടുമ്പോൾ സ്തോത്ര കാഴ്ച സമർപ്പിക്കാനുള്ളവർക്ക് അർപ്പിക്കാം. നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം. 479-ാമത്തെ
അവിടുത്തെ വചനം ധ്യാനിക്കുന്ന ഈ സമയത്ത് ഞങ്ങളോട് അവിടുന്ന് സംസാരിക്കണമേ. വചനസത്യങ്ങൾ ഗ്രഹിച്ച് ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാൻ അവിടുന്ന് കൃപ ചെയ്യണമേ. അതിൻ്റെ വാക്കുകളും അവിടുത്തെ ജനത്തിൻ്റെ ഹൃദയത്തിലെ ധ്യാനവും ഒരുപോലെ എനിക്ക് പ്രസാദകരമാകുവാൻ സഹായിക്കണമേ. ദൈവസഭയിൽ സമർപ്പിച്ചിരിക്കുന്ന സ്തോത്ര കാഴ്ചകളെ, മാസവരി കാണിക്കകളെ, ദേവാലയ വികസന സമർപ്പണ കാണിക്കകളെല്ലാം അവിടുന്ന് സ്വീകരിക്കുകയും എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേക സ്തോത്രങ്ങൾ അർപ്പിച്ചിരിക്കുന്നതായിട്ട് പ്രാർത്ഥിക്കുന്നു. അദ്വൈത് SP ആനന്ദഭവനായിട്ട് പ്രാർത്ഥിക്കുന്നു. SSL മികച്ച വിജയം ലഭിച്ചതിനോർത്ത് സ്തോത്രം അർപ്പിച്ചിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും പ്രിയമായ ജീവിതത്തിലും പഠനത്തിലും തുടർന്നും അനുഭവിക്കാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹന്ന രതീഷ് ജിനുഭവനായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവം നൽകിയ സൗഖ്യത്തെ ഓർത്ത് സ്തോത്രത്തോടും നദിയോടും കൂടെ ദൈവസന്നിധിയിൽ കാഴ്ചകൾ സമർപ്പിച്ചിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപ അധികമായി പൈതൃക മേൽ അവിടുന്ന് പകരുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രവേദനയുടെ സൗഖ്യത്തോടെ ദീർഘായുസ്സോടെ പരിപാലിക്കണമേ. വളർച്ചയിൽ അവിടുന്ന് കൂടെ ഇരിക്കണമേ. ആ കുടുംബത്തെ അവിടുന്ന് അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബാണികളെ റിനോഷ്, അനിഷ റിനോഷ്, കാരൻ ജുവൽ ജേക്കബിനായിട്ട് പ്രാർത്ഥിക്കുന്നു. കുടുംബമായിട്ട് അവിടുന്ന് അനുഗ്രഹിക്കുകയും ശുശ്രൂഷകളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ദൈവികമായ നന്മകളും അനുഗ്രഹങ്ങളും പ്രാപിച്ച് ദൈവത്തെ ബോധ്യപ്പെടുത്തുവാൻ സഹായിക്കുന്നു. തുടർന്നും അവിടുത്തെ ശബ്ദം കേട്ട് അവിടുത്തെ വചനം കേട്ട് ഞങ്ങളുടെ ജീവിതങ്ങളിൽ കൂടുതൽ അർത്ഥവത്തും അനുഗ്രഹകരവുമാകുവാൻ അവിടുന്ന് സഹായിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ വിശുദ്ധ ദിവസത്തിലും നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാൻ ലഭ്യമായിരിക്കുന്ന അവസരത്തെ ഓർത്ത് ദൈവത്തിന് നന്ദിയും സ്തോത്രവും ഒരിക്കൽ കൂടെ അർപ്പിക്കട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കും ധ്യാനത്തിനുമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം നമ്മുടെ ഇന്ന് സുവിശേഷ പഠനമായി വായിച്ച കേട്ട വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ ഭാഗം. മത്തായി 25-ന്റെ 21-ാം ഭാഗം. നന്ന് നല്ലവരും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാണ്. നിന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കാം എന്ന് അവനോട് പറഞ്ഞു. നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാണ്. ദൈവം നൽകുന്ന സാധ്യതകളെയും ദൈവം നൽകുന്ന അനുഗ്രഹങ്ങളെയും നന്മകളെയും ശരിയായ രീതിയിൽ ഉപയോഗിക്കുക, പ്രയോജനപ്പെടുത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിന് നമ്മൾ പറയുന്ന ഒരു വാക്കാണ് കാര്യവിചാരകത്വം, സ്റ്റുവർഡ്ഷിപ്പ് എന്നുള്ളത്. കാര്യവിചാരകത്വം ഉത്തരവാദിത്വമുള്ള വിഭവങ്ങളുടെ ഒരു പരിപാലനമാണ് ഈ കാര്യവിചാരകത്വം. ഉത്തരവാദിത്വത്തോടുകൂടി ദൈവം നൽകിയിരിക്കുന്ന വിഭവങ്ങളെ, സാധ്യതകളെ പരിപാലിക്കുകയും അത് മറ്റുള്ളവർക്കായി പകരപ്പെടുകയും ചെയ്യുമ്പോഴാണ് കാര്യവിചാരകത്വം അല്ലെങ്കിൽ സ്റ്റുവർഡ്ഷിപ്പ് എന്നുള്ളത് ഏറ്റവും ഫലവത്തായി മാറുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വിഭവ നിയോഗ നിർവഹണത്തിന് അല്ലെങ്കിൽ ആ സമ്പ്രദായത്തിന് മനുഷ്യന്റെ ചരിത്രത്തോളം തന്നെ പഴക്കമുണ്ട്. കാര്യവിചാരകത്വം എന്നുള്ളത് അല്ലെങ്കിൽ സ്റ്റുവർഡ്ഷിപ്പ് എന്നുള്ളത് ദൈവം മനുഷ്യനെ ഏൽപ്പിച്ചിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട പ്രഥമമായ ഒരു ഉത്തരവാദിത്തമാണ് സ്റ്റുവർഡ്ഷിപ്പ്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യത്തിൽ ദൈവം ആദാമിനെയും ഹവ്വയെയും സൃഷ്ടിച്ച് ഏദൻ തോട്ടത്തിലാക്കിയിട്ട് അവരോട് പറയുന്നതാണ്, നിങ്ങൾ തോട്ടത്തിൽ വേല ചെയ്യാനും അതിനെ കാപ്പാനും അവിടെ ആക്കിയതാണ്. തോട്ടത്തിൽ വേല ചെയ്യാനും അതിനെ കാത്ത് പരിപാലിക്കുവാനുമായിട്ടാണ് മനുഷ്യരെ ദൈവം സൃഷ്ടിച്ച് ഏദൻ തോട്ടത്തിൽ ആക്കിയത് എന്ന് കാണാം. ഭൂമി എല്ലാവർക്കും ഉള്ളതാണ്. വിഭവങ്ങളെ പരിപാലിക്കുകയും അത് ശരിയായ രീതിയിൽ വിനിയോഗിക്കുകയും ചെയ്യണം എന്നുള്ളത് പ്രധാനമാണ്. അപ്പൊ ദൈവം നൽകിയിരിക്കുന്ന ഈ ഭൂമിയും ഇതിലുള്ള വിഭവങ്ങളും എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ളതാണ്. അത് ഇന്നലത്തേക്ക് ഉപയോഗിച്ചു, ഇന്ന് ഉപയോഗിക്കുന്നു, അത് നാളത്തേക്ക് വേണം, അതിനുള്ളതാണ്. അതുകൊണ്ട് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വിഭവങ്ങളെ, നന്മകളെ ശരിയായ രീതിയിൽ ഉപയോഗിക്കാനായിട്ട് നമുക്ക് സാധിക്കണം എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഒന്നാമതായി ദൈവം എല്ലാ വിഭവങ്ങളുടെയും ദാതാവാണ്. ദൈവം എല്ലാ വിഭവങ്ങളുടെയും ദാതാവാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 2-ാം അധ്യായം പഠിക്കുമ്പോൾ ദൈവം മനുഷ്യന് അധിവസിക്കാനായി ദൈവം തന്റെ സൃഷ്ടിക്ക് വേണ്ടി ഈ പ്രപഞ്ചത്തെ ആകമാനം സൃഷ്ടിക്കുകയും ഇതിൽ ജീവജാലങ്ങളെയും ചരാചരങ്ങളെയും സൃഷ്ടിച്ച് ദൈവം ആക്കി വെച്ചു. അത് ഈ ഭൂമിക്ക്, എന്നിട്ട് മനുഷ്യൻ അതിൽ വാഴുവാൻ എന്ന് പറയുമ്പോൾ ഒരു കാര്യസ്ഥൻ എന്ന നിലയിൽ ഇതിനെ സംരക്ഷിക്കുവാൻ, ഒരു രാജാവ് എന്നുള്ള നിലയിൽ ഇതിനെ താൻ പ്രജാക്ഷേമത്തോടെ, മറ്റുള്ളവരുടെ ക്ഷേമത്തോടെ ഇതിനെ സംരക്ഷിക്കാനായി മനുഷ്യനെ ആക്കി വയ്ക്കുകയും ചെയ്തു. അതുകൊണ്ട് ദൈവം നൽകിയിരിക്കുന്ന
നൽകിയിരിക്കുന്ന ഈ സൃഷ്ടിജാലങ്ങളെല്ലാം പരിപാലിച്ചു കൊണ്ടുപോകുക എന്നുള്ളതാണ് മനുഷ്യന്റെ ഉത്തരവാദിത്വം. പക്ഷേ മനുഷ്യൻ പലപ്പോഴും ഇതിനെ ചൂഷണം ചെയ്യുകയും ഇതിനെ മലിനമാക്കുകയും ഇതിനെ വിഷമയമാക്കുകയും ഇതിനെ ഉന്മൂലനാശം വരുത്തുകയും ചെയ്യുന്ന ഒരു സ്ഥിതിയാണ് നമ്മൾ കാണുന്നത്. അതിന്റെ പരിണത ഫലങ്ങളാണ് ഇന്ന് നമ്മൾ കാണുന്ന പല സംഭവങ്ങളും, പല രോഗങ്ങളും, പല പ്രശ്നങ്ങളും എന്ന് നമ്മൾ അതിൻ്റെയുമായി പഠിക്കുമ്പോൾ മനസ്സിലാകും. ഓസോൺ പാളിയിൽ വന്ന കുഴപ്പങ്ങളായാലും നമ്മുടെ വായു മലിനീകരണമായാലും നമുക്കുണ്ടാകുന്ന പല ഭൂകമ്പങ്ങളുടെയും ഉരുൾപൊട്ടലുകളുടെയും ക്ഷാമത്തിൻ്റെയും വെള്ളപ്പൊക്കത്തിൻ്റെയും ഒക്കെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചാലും ഉണ്ടാകുന്ന പല രോഗങ്ങളും മഹാമാരികളെ കുറിച്ച് പഠിച്ചാൽ ഇതിൻ്റെയൊക്കെ കുഴപ്പം, ഇതിൻ്റെയൊക്കെ കാരണം ദൈവം നൽകിയ സാധ്യതയെ ശരിയായി പ്രയോജനപ്പെടുത്തിയില്ല എന്നതാണ്. ദൈവം നൽകിയ വിഭവങ്ങളെ ശരിയായി പരിപാലിച്ചില്ല എന്നതാണ്. ദൈവത്തിന്റെ നിർദ്ദേശങ്ങൾ കേട്ട് ഇവിടെ വേല ചെയ്ത് ഇതിനെ കാത്തു പരിപാലിച്ചില്ല. ചൂഷണത്തിന്റെ പരിണിത ഫലങ്ങളാണ് ഇന്ന് നമ്മൾ കാണുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്കും കാരണം എന്ന് നമുക്ക് കാണാം. ഉൽപ്പത്തി പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ സൃഷ്ടിജാലങ്ങളെ മാത്രമല്ല, റെസ്റ്റ്, വിശ്രമം പോലും ദൈവത്തിന്റെ സൃഷ്ടിയാണ്. വിശ്രമം, ഏഴാമത്തെ ദിവസത്തെ കുറിച്ച് പറഞ്ഞത്, ഏഴാമത്തെ ദിവസത്തെ ദൈവം അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ച് ആരാധനിക്കാൻ, ദൈവത്തെ മഹത്വപ്പെടുത്താനാണ്. തന്റെ വേലകളിൽ നിന്ന്, ജോലികളിൽ നിന്ന് ഒരു വേറിട്ടൊരു ദിവസം, വിശ്രമം പോലും, റെസ്റ്റ് പോലും, ശബത്ത് പോലും ദൈവത്തിന്റെ സൃഷ്ടിയാണ് എന്ന് തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത് സകല സൃഷ്ടിക്കും ഒരു ശബത്തിന്റെ അനുഭവം ശേഷിച്ചിരിക്കുന്നു എന്നാണ് വചനത്തിന്റെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ ഭൂമിയെ ശരിയായി പ്രയോജനപ്പെടുത്തണം. കാരണം ഈ ദൈവം എല്ലാ വിഭവങ്ങളുടെയും എല്ലാ സാധ്യതകളുടെയും ദാതാവാണ്. നമ്മളിന്ന് പ്രതിവാക്യമായി വായിച്ച 147-ാം സങ്കീർത്തനം നമ്മൾ പഠിക്കുമ്പോൾ അതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതും ദൈവ സൃഷ്ടിയെ പരിപാലിക്കുന്നതിനും ദൈവത്തോടുള്ള പ്രാർത്ഥനകളും ഒക്കെ വ്യത്യസ്തമായ നിലകളിൽ വായിക്കാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് എൻ്റെ 8-9 വാക്യങ്ങൾ ഇങ്ങനെയാണ്. 8-ാം വാക്യം പറയാണ്, യഹോവയായ ദൈവം ആകാശത്തെ മേഘം കൊണ്ട് മൂടുന്നു, ഭൂമിക്കായി മഴ ഒരുക്കുന്നു, അവൻ പർവ്വതങ്ങളിൽ പുല്ല് മുളപ്പിക്കുന്നു, അവൻ മൃഗങ്ങൾക്കും കരയുന്ന കാട്ടുകുഞ്ഞുങ്ങൾക്കും അതതിന്റെ ആഹാരം കൊടുക്കുന്നു. അപ്പൊ ദൈവം ഈ ഭൂമിയെല്ലാം സംരക്ഷിക്കുകയാണ്. മഴയൊരുക്കുന്നു, പക്ഷിമൃഗാദികൾക്കുള്ള ഭക്ഷണം കൊടുക്കുന്നു, പുല്ല് മുളപ്പിക്കുന്നു, എല്ലാം യഹോവയായ ദൈവം ചെയ്യുന്നു എന്നാണ്. 11-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, തന്നെ ഭയപ്പെടുകയും തന്റെ ദയയിൽ പ്രത്യാശിക്കുകയും ചെയ്യുന്നവരിലേക്ക് പ്രസാദിക്കുന്നു. 14-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവൻ തന്റെ ദേശത്തിന് സമാധാനം വരുത്തുന്നു, വിശേഷമായ ക്രോധം കൊണ്ട് നിനക്ക് തൃപ്തി വരുന്നു. അപ്പൊ ദേശത്തിന് സമാധാനം നൽകി ഭക്ഷ്യസമൃദ്ധി നൽകുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ദൈവം ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവാണ്. ഇതിനെല്ലാ വിഭവങ്ങളെയും നമുക്കായി നൽകിയിരിക്കുന്നു. ദൈവം അതെല്ലാം ചെയ്യുമ്പോൾ മനുഷ്യർ അതിൻ്റെ കൂടെ നിൽക്കാനായിട്ട് തയ്യാറാക്കണം. അതിനെ മറച്ചു കളയുന്നവരായിട്ടല്ല, അതിൻ്റെ കൂടെ നിന്ന് നാളത്തേക്കും സംരക്ഷിച്ച് ഇന്ന് പ്രയോജനപ്പെടുത്തി ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കും. രണ്ടാമതായി, വിഭവ വിനിയോഗത്തിന്റെ ഒരു പ്രായോഗികത നമ്മൾ മനസ്സിലാക്കണം. ദൈവം നൽകിയിരിക്കുന്ന സാധ്യതകളെ അത് ശരിയായ രീതിയിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കണം. പ്രായോഗികമാണ്. ഇന്നത്തെ പഴയ ഭാഗമായ പുറപ്പാട് പുസ്തകം 18-ാമത്തെ അധ്യായം, പുറപ്പാട് പുസ്തകം 18-ാമത്തെ അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ മോശയുടെ അമ്മായിയപ്പനായ ഇത്രോവും മോശയും കുടുംബത്തെയും, അല്ലെങ്കിൽ ഇത്രോന്റെ മകളെയും കുടുംബത്തെയും കാണാനായിട്ട് വരുമ്പോൾ മോശയെ കാണാനായിട്ട് കഴിയുന്നില്ല. കാരണം മോശ നേരം വിളിക്കുന്ന സമയത്തൊട്ട് തന്നെ ഇസ്രായേൽ ജനത്തിന്റെ പരാതികൾ വരികയാണ്. അവിടെ വന്നു, എന്നെ അടിച്ചു, എനിക്ക് ഇന്ന പ്രശ്നമുണ്ട്, അവരിങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഇസ്രായേൽ ജനത്തിന്റെ ലക്ഷങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇവരുടെ എല്ലാം പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ടിരിക്കുകയാണ് മോശയ്ക്ക്. രാവിലെ തുടങ്ങി ഉച്ച കഴിഞ്ഞ് വൈകിട്ടായി ഇങ്ങനെ മോശ വൈകുന്നേരം വരെയും ക്ഷീണത്തോടും ബലഹീനതയോടും ഇരുന്ന് ജനത്തിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കേട്ടുകൊണ്ടിരിക്കും. അപ്പൊ ഇത്രോവിൽ കണ്ടപ്പോൾ ഇത്രോവിന് മനസ്സിലായി ഇതൊരു ശരിയായ നടപടിയല്ല, ശരിയായ രീതിയല്ല. അതുകൊണ്ട് ഇത്രോവ് ഒരു നിർദ്ദേശം മോശയുടെ മുമ്പിൽ വെക്കുകയാണ്. നീ ചെയ്യുന്ന ആലോചന ശരിയല്ല. മോശയോട് ചോദിച്ചു. മോശ പറഞ്ഞത് ദൈവത്തോട് ചോദിക്കാനായിട്ട് അവരുടെ അടുക്കൽ വരുന്നതാണ്. അപ്പോൾ ഇത്രോവ് പറഞ്ഞ നിർദ്ദേശം ഇതാണ്. 20-ാമത്തെ വാക്യം മുതൽ നമ്മൾ പഠിക്കാൻ പറയാം. നീ എന്ത് ചെയ്യണം? ദൈവ ഭക്തരും സത്യവാന്മാരും ദുരാദായം വെറുക്കുന്നവരുമായ പ്രാപ്തിയുള്ള പുരുഷന്മാരെ നീ തിരഞ്ഞെടുത്തിട്ട്
അവരെ 1000 പേർക്ക് അധിപതിമാരായും 100 പേർക്ക് അധിപതിമാരായും 50 പേർക്ക് അധിപതിമാരായും 10 പേർക്ക് അധിപതിമാരായും നീ നിയമിക്കണം. അപ്പൊ 10 പേരുടെ പ്രശ്നം അവരുടെ അധിപതി എടുത്തി 100 ഇനി 10 പേരുടെ 100 പേരുടെ പ്രശ്നം അവിടെ തീരും. 1000 പേരുടെ പ്രശ്നം അവിടെ തീരും. ഇതിലൊന്നും തീരാത്ത പ്രശ്നം നിന്റെ അടുത്ത് കൊണ്ടുവന്നാൽ മതി. ഇത് എന്നിട്ട് പറയുന്ന ഒരു കാര്യം കൂടെയുണ്ട്. 23 വാക്യം, ദൈവം അത് അനുവദിക്കുകയും ചെയ്താൽ അത് ചെയ്യും. അപ്പൊ മനുഷ്യന്റെ തീരുമാനമല്ല. ഞാനിങ്ങനെ പറഞ്ഞത് ചെയ്യണ്ട. ഈ തീരുമാനം, ഈ ആലോചന, ഈ നിർദ്ദേശം ദൈവത്തോട് ചോദിക്കണം. ദൈവം അനുവദിച്ചാൽ ഇങ്ങനെ 1000 പേർക്കും 100 പേർക്കും 50 പേർക്കും 10 പേർക്കും അധിപതിമാരെ നിയമിച്ചിട്ട് അവിടെ എവിടെയാണ് തീർക്കാൻ പറ്റുന്ന പ്രശ്നം അവിടെ എവിടെയായിട്ട് തീർത്ത് സമാധാനം വരുത്തി അവിടെ തീരാത്ത പ്രശ്നം നിന്റെ അടുത്ത് വന്ന് അത് ദൈവസന്നിധിയിൽ വെച്ച് അങ്ങനെ ഒരു പരിഹാരം ഉണ്ടാക്കിയാൽ മതി. ഈ നിർദ്ദേശം ദൈവത്തിന്റെ ആലോചന, ദൈവത്തിന്റെ അനുവാദത്തോടുകൂടെ മോശ നടപ്പിലാക്കിയതാണ്. ഒരു അധികാര വികേന്ദ്രീകരണമാണ് ഇവിടെ കാണുന്നത്. അധികാര വികേന്ദ്രീകരണം. നമ്മൾ ത്രിതല പഞ്ചായത്തുകളെ കുറിച്ചൊക്കെ പറയാം. ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്. അധികാര വികേന്ദ്രീകരണത്തിന്റെ ഒരു ഘടനയാണ്. ഇതെവിടെ നിന്നാണ് പഠിക്കുന്നത്? ഇത് വേദപുസ്തകത്തിൽ നിന്നാണ് പഠിക്കുന്നത്, ബൈബിളിൽ നിന്നാണ് പഠിക്കുന്നത്. ഇത്രോ ദൈവാഗ്രഹത്തോടുകൂടെ മോശയ്ക്ക് നൽകുന്ന നിർദ്ദേശം മോശ ദൈവത്തിന്റെ അനുവാദത്തോടുകൂടെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടപ്പിലാക്കിയതാണ് ഇങ്ങനെ ഒരു അധികാര വികേന്ദ്രീകരണം. ദൈവം നൽകിയിരിക്കുന്ന സാധ്യതകളെ, വിഭവങ്ങളെ ശരിയായി പരിപാലിക്കപ്പെടുവാൻ വ്യത്യസ്തമായ ഘടനകൾ രൂപപ്പെടുത്തുന്നു എന്ന് കാണാനായിട്ട് സാധിക്കും. അത് ഒരു പ്രായോഗികമായ കൂടിയാണ്. ഇന്ന് നമ്മുടെ ഭക്ഷ്യക്ഷാമം മുന്നിൽ കാണുന്നു, വിഭവങ്ങളുടെ ക്ഷാമം. അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് എന്ത് പറഞ്ഞു? ഗവൺമെന്റ് പറഞ്ഞു എല്ലാവരും തരിശ് ഭൂമിയിൽ കൃഷി ചെയ്യണം. അപ്പോൾ നമുക്കറിയാം ഗവൺമെന്റ് എല്ലാം നേരത്തെ ചെയ്യുന്നത്. അതാത് സ്ഥലത്തുള്ള പഞ്ചായത്തുകൾ, അതാത് സ്ഥലത്തുള്ള സംഘടനകൾ, അതാത് സ്ഥലത്തുള്ള കുടുംബങ്ങൾ, അവരുടെ ഒരു സജീവമായ പരിശ്രമം ഇന്ന് കാർഷിക മേഖലയിൽ ഉണ്ടായിരിക്കുകയാണ്. കാർഷിക മേഖല അത് ഒരു സംസ്കാരമാണ്, കാർഷിക സംസ്കാരം. അതിന്ന് ഉണർന്നിരിക്കുകയാണ്. ഇന്ന് കൃഷി രീതികളും കൃഷിഭൂമികളും ഒക്കെ ഉണ്ടായി ഒരു പുതിയ മാറ്റത്തിലോട്ട് നമ്മൾ പോയിരിക്കുകയാണ്. അപ്പോൾ വിഭവങ്ങളെ, ദൈവം നൽകിയിരിക്കുന്ന സാധ്യതകളെ ഉപയോഗിക്കേണ്ട രീതിയിൽ പ്രായോഗികമായി ഫലപ്രാപ്തിയിൽ എത്തിക്കാനായിട്ട് നമുക്ക് സാധിക്കും. മൂന്നാമതായി, കഷ്ടതയിലും പ്രവർത്തിക്കുന്ന കാര്യവിചാരകത്വം. ഈ കാര്യവിചാരകത്വം എന്നുള്ളത് സുഖകരമായ ഒരു കാര്യമല്ല. കഷ്ടതയിലും പ്രവർത്തിക്കാനായിട്ട് സാധിക്കണം എന്നുള്ളത് ഒരു പ്രധാന സന്ദേശമാണ്. കഷ്ടതയിലും പ്രവർത്തിക്കുന്ന കാര്യവിചാരകത്വം. അപ്പോൾ കാര്യവിചാരകത്വം എന്ന് പറയുമ്പോൾ ഒരു ഈസി ചെയർ കിട്ടും, അവിടെ ചാരി കിടക്കാം, ഒരു തോന്നോട്ട് ഇങ്ങനെ ചെയ്യാം എന്നുള്ളതല്ല. മറിച്ച് പ്രതിബന്ധങ്ങളെ തരണം ചെയ്യാനായിട്ട് സാധിക്കണം, പ്രതിസന്ധികളെ തരണം ചെയ്യാനായിട്ട് സാധിക്കണം, എല്ലാ പ്രശ്നങ്ങളെയും അഭിമുഖീകരിച്ച് അവിടെ സമാധാനം സ്ഥാപിക്കാനായിട്ട് സാധിക്കണം, അവിടെ ഒരു മുന്നേറ്റം ഉണ്ടാക്കാനായിട്ട് സാധിക്കണം. കാശില്ലാത്തടത്ത് നമുക്ക് സാമ്പത്തികം പലപ്പോഴും പരിമിതികൾ വരുന്നു, മറ്റു പല തടസ്സങ്ങളും ചിലപ്പോൾ പരിമിതികൾ വരുന്നു. അവിടെയെല്ലാം പ്രാർത്ഥനയോടും വിശ്വാസത്തോടും ദൈവാശ്രയത്തോടും ആ കാര്യങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ നിശ്ചയമായും ഒരു പരിഹാരം ഉണ്ടാകുമെന്നുള്ളത് സംശയമില്ല. ഇന്നത്തെ പുതിയ നിയമത്തിന്റെ ഭാഗമായ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 8-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ അവിടെ പൗലോസ് അപ്പോസ്തലൻ അവിടെ പറയുന്നുണ്ട്, മക്കെദോന്യ സഭയെ കുറിച്ച് പറയുന്നുണ്ട്. മക്കെദോന്യ സഭ എന്ത് ചെയ്തു? അവര് 8-ാം അധ്യായം 2-ാം വാക്യം, കഷ്ടത എന്ന കഠിന ശോധനയിലായിരുന്നിട്ടും, കഷ്ടത എന്ന കഠിന ശോധന, കഷ്ടതയിലായിരുന്നു, കഠിന ശോധനയായിരുന്നു കഷ്ടത. പക്ഷേ അവരെന്ത് ചെയ്തു? സന്തോഷ സമൃദ്ധിയും മഹാദാരിദ്ര്യവും ധാരാളം ഔദാര്യം കാണിക്കാൻ കാരണമായി. അവര് കഷ്ടതയാണ് എന്ന കഠിന ദാരിദ്ര്യം അവർക്കുണ്ട്, പിന്നെ അവർ പറയുന്നത് അവരുടെ മഹാദാരിദ്ര്യം അവർക്കുണ്ട്. പക്ഷെ ഇവിടെ മറ്റുള്ളവരോട് ഔദാര്യം കാണിക്കാൻ ആ സഭ പ്രത്യേകം ശ്രദ്ധിച്ചു എന്നാണ് നമ്മൾ കാണുന്നത്. എന്നിട്ട് അതിന് അവരെന്ത് ചെയ്തു? ഒരു ധർമ്മവും കൂട്ടായ്മയും സംബന്ധിച്ച് പ്രാപ്തിക്ക് മേലെയും പ്രാപ്തി പോലെയും സ്വമേധയായി കൊടുത്തു. 4-ാം വാക്യം, സ്വമേധയായി കൊടുത്തു. 6-ാം വാക്യം പറയുന്നത്, നിങ്ങളുടെ ഇടയിൽ ധർമ്മശേഖരം പ്രവർത്തിക്കണം, ധർമ്മകാര്യത്തിൽ മുന്തി വരും. 7-ാം വാക്യം, ധർമ്മകാര്യത്തിൽ മുന്തി വരും. ആ സഭയിൽ കഷ്ടതയും പ്രശ്നങ്ങളുണ്ടെങ്കിലും അവരൊരു ധർമ്മശേഖരം കൂട്ടിവരുത്തി മറ്റുള്ളവരിൽ നിന്ന് പ്രത്യേക കളക്ഷനൊക്കെ എടുത്ത് എന്ത് ചെയ്തു? ആവശ്യത്തിലിരിക്കുന്നവരെ കരുതാണ്, ആവശ്യത്തിലിരിക്കുന്നവരെ സഹായിക്കും. ആ കൂടെ കഷ്ടപ്പാടാണല്ലോ. ആ കഷ്ടപ്പാടിൽ നിന്നുകൊണ്ട്, ആ ദാരിദ്ര്യത്തിൽ നിന്നുകൊണ്ട് മറ്റുള്ള
വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കാര്യവിചാരകത്വത്തെയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ആവശ്യത്തിലിരിക്കുന്നവരെ ഉപകരിക്കുകയാണ്. അതിന് മാതൃകയായിട്ട് പൗലോസ് പറയുകയാണ് 9-ാമത്തെ വാക്യത്തിൽ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സമ്പന്നനായിരിക്കും അവന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നമാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായിരിക്കുന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. യേശു കാലിത്തൊഴുത്തിൽ മനുഷ്യനായി ഹീനവേഷം ധരിച്ചു വന്നു. തന്റെ ദാരിദ്ര്യത്തിൽ നിന്നുകൊണ്ട്, തന്റെ കഷ്ടതയിൽ നിന്നുകൊണ്ട്, താൻ കഷ്ടത അനുഭവിച്ചുകൊണ്ട് തന്റെ കുരിശു മരണത്തിലൂടെ എല്ലാവർക്കും നിത്യജീവന്റെ സന്തോഷം നൽകിയിരിക്കുന്നു. അതാണ് നമ്മുടെ മാതൃക, മോഡൽ. 12-ാം വാക്യം പറയുന്നത്, ഒരുത്തരം മനസ്സൊരുക്കം ഉണ്ടെങ്കിൽ പ്രാപ്തി ഇല്ലാത്തതുപോലെയല്ല, പ്രാപ്തി ഉള്ളതുപോലെ കൊടുത്താൽ അവന് ദൈവപ്രസാദം ലഭിക്കും. പ്രാപ്തി ഇല്ലാത്തതുപോലെയല്ല, പ്രാപ്തി ഉള്ളതുപോലെ മനസ്സൊരുക്കത്തോടെ കൊടുക്കാൻ സാധിക്കണം. മനസ്സൊരുക്കത്തോടെ കൊടുക്കുമ്പോൾ, നിർബന്ധത്താലെല്ല സ്വമനസാലെ കൊടുക്കുമ്പോൾ അവന് ദൈവത്തിന്റെ പ്രസാദം ലഭിക്കും എന്നാണ് 8:12 പറയുന്നത്. അതിന് മറ്റൊരു ഉദാഹരണമാണ് 15-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ഏറെ പെരുക്കിയവന് ഏറെയും കുറെ പെരുക്കിയവന് കുറേയും കണ്ടില്ല. സംഭവം നമുക്കറിയാം. മന്ന വർഷിക്കുന്ന സംഭവമാണ്. ഇസ്രായേൽ ജനത്തിന്റെ മരുഭൂപ്രയാണത്തിൽ മന്ന വർഷിക്കുന്ന ദിവസത്തിന്റെ തലേ ദിവസം മോശ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു, ദൈവത്തിന്റെ ആലോചന, നിങ്ങൾക്ക് മന്ന കിട്ടും. ഓരോ ദിവസം അതാത് കുടുംബത്തിലെ അംഗങ്ങളുടെ എണ്ണത്തിനൊത്തവണ്ണം അതാത് ദിവസത്തേക്കുള്ള മന്ന മാത്രം നിങ്ങൾ എടുത്താൽ മതി. രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ ദേശത്തെല്ലാം മന്ന. അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കാൻ നമുക്കറിയാം, തേൻ ചേർത്ത ദോശയുടെ രുചി എന്നാണ് പറയുന്നത്. തേൻ ചേർത്ത ദോശയുടെ രുചിയാണ് മന്ന. ഇന്ന് ജീവിച്ചിരിപ്പുള്ള ആരും മന്ന കഴിച്ചിട്ടില്ല. അപ്പൊ കഴിക്കണമെങ്കിലുള്ള വഴി ഏതാണ്? ദോശയും തേനും കൂടെ ഒന്ന് കഴിച്ചു നോക്കിയാൽ ഏകദേശം അതുപോലെ ഇരിക്കുമെന്നാണ് വചനം പറയുന്നത്. അപ്പൊ രാവിലെ നോക്കിയപ്പോൾ മന്ന വീടുകളൊക്കെയാണ്. ജനം എന്ത് ചെയ്തു? വലിയ കുട്ടയും വട്ടിയും കവറും പാത്രവും എല്ലാം എടുത്തുകൊണ്ട് ഓടിച്ചെന്ന് മന്നവാൻ. അപ്പൊ ദൈവം പറഞ്ഞു, അതത് ദിവസത്തെ കുടുംബത്തിന്റെ എണ്ണത്തിനൊത്തവണ്ണം അതത് ദിവസത്തെ ആവശ്യത്തിന് എടുക്കാം. പക്ഷെ ഒരുപാടെടുത്തു എല്ലാം സൂക്ഷിച്ചു വെച്ചു. എല്ലാവരും നന്നായിട്ട് കഴിച്ചു. നാളത്തേക്ക് മറ്റന്നാളത്തേക്ക് സൂക്ഷിച്ചു വെച്ചു. പക്ഷെ പിറ്റേന്ന് രാവിലെ അതെടുത്ത് കഴിക്കാം, നാളെ ചെന്ന് പറക്കണ്ടല്ലോ എന്ന് പറഞ്ഞ് പിറ്റേന്ന് രാവിലത്തേക്ക് വേണ്ടി പാത്രങ്ങൾ തുറന്നു നോക്കിയപ്പോൾ എന്താണ്? അതെല്ലാം ക്രമിച്ച് നാടി. അപ്പൊ ഈ ആർത്തി സംസ്കാരം എന്നുള്ളത് ക്രമിച്ച് നാട്. ഇന്നല്ലെങ്കിൽ നാളെ അത് ക്രമിച്ച് നാട്. ആർത്തി സംസ്കാരത്തിന് ദൈവം കൂട്ടുനിൽക്കുന്നില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. ഏറെ പെരുക്കിയവൻ ഏറെയും കുറെ പെരുക്കിയവന് കുറെ കിട്ടില്ല. കുറച്ചെടുത്തവനും ആവശ്യത്തിന് തൃപ്തിയായി നിറഞ്ഞും, കൂടുതലെടുത്തവന് കൂടുതലുമില്ല, അവനും ഒരു ദിവസത്തേക്കേ കിട്ടിയുള്ളൂ. പിറ്റേന്നത് ക്രമിച്ച് നാട്. ആർത്തി സംസ്കാരം അത് ഉപേക്ഷിക്കേണ്ടുന്ന ഒന്നാണ്. നമുക്ക് അത് ഉപേക്ഷിച്ചേ മതിയാവുകയുള്ളൂ എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയാം. 4-ാമതായി അവസാനമായി താലന്തുകളുടെ അല്ലെങ്കിൽ വിഭവങ്ങളുടെ ഉത്തരവാദിത്തപൂർണമായ ഒരു വിനിയോഗം. അപ്പൊ എല്ലാം നൽകുന്ന ദൈവമാണ് അനുഗ്രഹങ്ങൾ നൽകുന്നത്. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം അതിന്റെ 14 മുതലുള്ള വാക്കുകൾ നമ്മൾ പഠിക്കുമ്പോൾ, ദൈവം എല്ലാ നന്മകളും നൽകിയിരിക്കുമ്പോൾ ദൈവം നമുക്ക് ഒരുപാട് കഴിവുകൾ നൽകിയിരിക്കുകയാണ്. ഈ താലന്തിനെ കുറിച്ച് താലന്തിന്റെ ഉപമയാണ്. ഒരു മനുഷ്യൻ ഒരു ദേശത്ത് പോയപ്പോൾ തന്റെ ദാസന്മാരെ വിളിച്ചിട്ട് തന്റെ സമ്പത്ത് ഏൽപ്പിച്ചു. ഒരുവന് 5 താലന്ത്, ഒരുവന് 3 താലന്ത്, 2 താലന്ത്, ഒരുവന് 1 താലന്ത്, ഇങ്ങനെ കൊടുക്കുകയാണ്. അപ്പൊ ഈ താലന്ത് എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് നമുക്കറിയാം ടാലന്റ്, കഴിവ് എന്നാണ് അർത്ഥം. അപ്പൊ ഓരോ കഴിവുകൾ, വ്യത്യസ്തമായ കഴിവുകൾ ദൈവം നമുക്ക് എല്ലാവർക്കും നൽകിയിരിക്കുകയാണ്. ഈ ഭൂമിയിൽ ആയിരിക്കുന്ന എല്ലാവർക്കും വ്യത്യസ്തമായ കഴിവുകൾ നൽകി ദൈവം അയച്ചിരിക്കുകയാണ്. എന്തിനാണ്? ഈ കഴിവുകളെ, താലന്തുകളെ, ഈ ടാലൻസിനെ അത് പ്രയോജനപ്പെടുത്താൻ, അത് വർദ്ധിപ്പിക്കാൻ. ഇവിടെ 5 ലഭിച്ചവൻ 5 കൊടുത്തു, 2 ലഭിച്ചവൻ 2 കൊടുത്തു, 1 ലഭിച്ചവനാവും അവൻ മടിയൻ, യജമാനെന്ന് വിളിക്കുന്നതാണ് ദുഷ്ടനും മടിയനുമായ ദാസൻ. അവൻ കുടിച്ചിട്ടു ഇതാകുന്നതെന്ന് പറഞ്ഞ് ധാർഷ്ട്യത്തോടെ പ്രതികരിച്ചു. അപ്പൊ ഇവിടെ ദൈവവചനം നമ്മൾ പഠിപ്പിക്കുന്നത്, നമുക്ക് ലഭിച്ചിരിക്കുന്ന സാധ്യതകളെ ശരിയായ രീതിയിൽ വ്യാപാരം ചെയ്യുവാൻ നമുക്ക് സാധിക്കണം, ശരിയായ രീതിയിൽ വിനിയോഗിക്കുവാൻ നമുക്ക് സാധിക്കണം. അത് ഉത്തരവാദിത്തപൂർണമായ ഒരു വിനിയോഗം ആയിരിക്കണം എന്നുള്ളത് പ്രധാനമാണ്. നമുക്ക് ലഭിച്ചിരിക്കുന്ന സാധ്യതകളെ അങ്ങനെ പ്രയോജനപ്പെടുത്തിയവനോട് കർത്താവ് പറയുന്നതാണ്, നല്ലവനും വിശ്വസ്തനുമായ ദാസനാണ്. നല്ലവനും വിശ്വസ്തനുമായ ദാസനാണ്. നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിൽ വിചാരിക്കും.
5 താലന്തിനെ വർദ്ധിപ്പിച്ച് 10 ആക്കുവാൻ നിനക്ക് സാധിച്ചു. 2 താലന്തിനെ 4 ആക്കുവാൻ നിനക്ക് സാധിച്ചു. അവിടെ ഇത്രോ പറഞ്ഞതനുസരിച്ച് അധികാര വികേന്ദ്രീകരണത്തിന്റെ ഭാഗമായി മോശ തിരഞ്ഞെടുത്ത ആളുകളാരൊക്കെയാണ്? ദുരാദായം വെറുക്കുന്നവർ, അവരെ ദൈവഭക്തിയുള്ളവർ, മാതൃകയുള്ള പ്രാപ്തിയുള്ള ആളുകളെയാണ് തിരഞ്ഞെടുത്തത്. ഇതെല്ലാം നമുക്കൊരു മോഡലാണ്, ദൈവം കാണിച്ചിരുന്ന മോഡലാണ്. സമൂഹത്തിൽ പ്രവർത്തിക്കുവാൻ, സഭയിൽ പ്രവർത്തിക്കുവാൻ ഉത്തരവാദിത്വ ബോധമുള്ള, കാര്യശേഷിയുള്ള, സത്യസന്ധരായ, ദുരാദായം വെറുക്കുന്നവരായ ആളുകളെ തിരഞ്ഞെടുക്കണം എന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു. അത് മാത്രമല്ല, ലഭിച്ചിരിക്കുന്ന വിഭവങ്ങളെ ശരിയായി വിനിയോഗിക്കുന്നു, ശരിയായി വ്യാപാരം ചെയ്യുന്നു, ശരിയായി നോക്കി നടത്തുന്ന വ്യക്തികളെയാണ്, കാര്യസ്ഥന്മാരെയാണ് തിരഞ്ഞെടുക്കുവാൻ ദൈവവചനം പഠിപ്പിക്കുന്നത്. ഇവിടെ നമ്മൾ കാണുന്നത് ആ 1 താലന്തിന് ലഭിച്ചവനുള്ള 1 താലന്തിനെ എടുത്ത് 10 താലന്തുള്ളവന്റെ കയ്യിൽ കൊടുത്തിട്ട് അവനെ ഏൽപ്പിക്കുക. അവൻ ഒരുപാടുണ്ടല്ലോ എന്നൊന്നും ഇല്ല, ഉള്ളവനെ അവനെ ലഭിക്കും. അപ്പൊ നമുക്കൊരു സാധ്യത നൽകിയാണ്. ആ സാധ്യത പ്രയോജനപ്പെടുത്തിയാൽ അധികം ലഭിക്കും. ആ സാധ്യതയെ നഷ്ടമാക്കി കളഞ്ഞാൽ ഇല്ലാത്തവനോടോ ഉള്ളതും കൂടെ എടുത്തു കളയും. ആ ഒരു ദൈവനീതിയാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പൊ അവൻ ചോദിക്കുന്നുണ്ടായിരുന്നു, കർത്താവേ, അവന് 10 താലന്തുണ്ടല്ലോ, എനിക്ക് അവനെക്കാൾ 1 ഉള്ളൂ. പക്ഷേ ദൈവം പറയാണ്, ഉള്ളവനോട് ഇല്ലാത്തവനോട് ഉള്ളതും കൂടെ എടുത്തു കളയും. അത് ഉള്ളവനെ കൊടുക്കും. കാരണം എന്താണ്? 3 പേർക്കും സാധ്യത നൽകി, വ്യാപാരം ചെയ്യുവാൻ, വർദ്ധിപ്പിക്കുവാൻ 3 പേർക്കും സാധ്യത നൽകി. പ്രയോജനപ്പെടുത്തിയവർക്ക് അധികം പ്രയോജനം, അധികം നന്മ, അധികം ഫലം ലഭിക്കുന്നു. അതിനെ നിഷ്ഫലമാക്കിയ വ്യക്തികൾക്ക്, ദുഷ്ടനും മടിയനുമായവർക്ക് കൂടുതൽ തകർച്ചയും നഷ്ടവും വരുന്നു. ഇത് ദൈവം നമുക്ക് നൽകുന്ന ഒരു പാഠമാണ്. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന സാധ്യതകളെ ശരിയായി പ്രയോജനപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കും. ആംഗലേയ സാഹിത്യകാരനായ ജോനാഥൻ സ്വിഫ്റ്റ് എന്ന് പറയുന്ന സാഹിത്യകാരൻ ബാറ്റിൽ ഓഫ് ബുക്സ് എന്ന് പറയുന്ന തന്റെ ഗ്രന്ഥത്തിൽ 2 ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. ഒന്നൊരു ചിലന്തിയുടെ ഉദാഹരണം, മറ്റൊന്നൊരു തേനീച്ചയാണ്. ചിലന്തിയെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, ചിലന്തിക്ക് ആരോടും കിടപ്പാടില്ല. ചിലന്തി എന്ത് ചെയ്യാണ്? എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഒരു മൂലയിൽ താൻ തന്നെ വല കെട്ടുന്നു, താൻ തന്നെ അങ്ങനെ ഇരിക്കുന്നു, ഏതെങ്കിലും ഒരു ഇരയിൽ ആ വലയിൽ കൊടുക്കുന്നു, അതിനെ കഴിക്കുന്നു, ഒരു പ്രയോജനമില്ല. അങ്ങനെ ഒരു തനിക്ക് കിട്ടുന്നതെല്ലാം ഷെയർ ചെയ്യുന്നു. വലയിൽ കൊടുക്കുന്നതിന് അപ്പടെ തിന്നാൻ പറ്റിയില്ലെങ്കിൽ ആ വലയിൽ കിടന്നോ, തിന്നാൻ സമയമാകുമ്പോൾ പോയി കഴിക്കും. ഇങ്ങനെ ഒരു ആർത്തി സംസ്കാരത്തിന്റെയും ഒരു നിഷ്ഫലമായ സംസ്കാരത്തിന്റെയും ഒരു പ്രതീകമാണ് ചിലന്തികൾ. അതേസമയം തേനീച്ച അങ്ങനെ, തേനീച്ച എന്തുകയാണ്? പൂക്കളിൽ നിന്ന് പൂക്കളിലേക്ക് പറക്കുന്നു, പരാഗണം നടത്തുന്നു. പരാഗണം നടത്തുന്നു. താൻ ശേഖരിക്കുന്ന തേനിനെ ശേഖരിക്കുന്നു, ആ തേൻ ചെയ്യുന്നു, മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്നു. മധുരകരമായ ഒരനുഭവമാണ് തേനീച്ച നമുക്ക് നൽകുന്നത്. പരാഗണം നടത്തുന്നതിന് പ്രയോജനപ്പെടുത്തുന്നു, മാത്രമല്ല മറ്റുള്ളവർക്ക് മധുരവും പകരുന്ന തേനീച്ച. അപ്പൊ കർത്താവ് നമ്മളോട് അരുളി ചെയ്യുന്നത്, ചിലന്തിയുടെ സ്വഭാവം മാറ്റിയിട്ട് തേനീച്ചകളായി മാറുവാൻ നമുക്ക് സാധിക്കണം. മറ്റുള്ളവർക്ക് മധുരം പകരുവാൻ നമുക്ക് സാധിക്കണം. മറ്റുള്ളവർക്ക് അനുഗ്രഹങ്ങൾ നൽകുവാനായിട്ട്, സാധ്യതകളെ വർദ്ധിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് ഈ ചിലന്തിയും തേനീച്ചയും നൽകുന്ന ഉദാഹരണം. പ്രിയമുള്ളവരെ, ഇന്ന് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ധാരാളം സാധ്യതകളുണ്ട്. ഈ സാധ്യതകളെ ശരിയായ രീതിയിൽ പ്രയോജനപ്പെടുത്തുക, നാളത്തേക്കായി ഇത് സംരക്ഷിക്കാം. ഇന്ന് ലോകം മുഴുവനും, പ്രത്യേകിച്ച് നമ്മുടെ ചുറ്റിലുമൊക്കെ രോഗത്തിന്റെയും പ്രയാസത്തിന്റെയും ഭീഷണിയാണ്. ഇതിന്റെ എല്ലാം തുടക്കം നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കറിയാം, മനുഷ്യന്റെ എടുകാര്യസ്ഥതയാണ്, ചൂഷണവും ആർത്തിയുമാണ് ഒരുപാട് നാശങ്ങൾക്ക് കാരണമായത്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ നമ്മൾ തന്നെ വിനയപ്പെടുത്തിക്കൊണ്ട്, നമ്മുടെ കുറവുകളെ ഏറ്റുപറഞ്ഞുകൊണ്ട്, ഓരോ തേനീച്ചകളായി നമ്മൾ മാറുമ്പോൾ മറ്റുള്ളവർക്ക് മധുരം പകരണം എന്നുള്ള ചിന്തയോടുകൂടി നാം ജീവിക്കുവാൻ തയ്യാറാകുമ്പോൾ, ഇന്നുള്ള നന്മകളെയും സാധ്യതകളെയും അടുത്ത തലമുറയ്ക്കും മറ്റുള്ളവർക്കും വരാനുള്ള ജനത്തിന് വേണ്ടിയിട്ടുള്ളത് കൂടെയാണ് എന്ന് ചിന്തിച്ച് കരുതി മുന്നേറുമ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് പ്രാപിക്കാം. നമുക്ക് ലഭിച്ചിരിക്കുന്ന വിഭവങ്ങളെ ശരിയായ രീതിയിൽ പരിപാലിക്കാം. അപ്പോഴാണ് ദൈവം നമ്മെ വിളിക്കുന്നത്, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ. നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരിക്കണം. ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട പദവിക്ക് അർഹരായിരിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ ഓരോരുത്തരെയും സഹായിച്ച് ശക്തിയിരിക്കുമാറാകട്ടെ. 261 ഗാനം
നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് പാടി പ്രാർത്ഥിച്ച് ആശീർവാദം. 261 ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്നേഹത്തിൻ്റെ ഇടയനായ ഞങ്ങളുടെ കർത്താവ്, അവിടുന്ന് വഴിയും സത്യവും ജീവനുമായി ഞങ്ങളെ നടത്തി പരിപാലിക്കുന്ന ദൈവമായ സ്തോത്രം സ്തോത്രം നൽകുന്നു. ദൈവമായ കർത്താവെ,
ഈ ആരാധനയിൽ വിവിധ ഭവനങ്ങളിലും സ്ഥലങ്ങളിലുമായിരുന്ന് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും അവിടുത്തെ പരിശുദ്ധ കൃപ പകരണമേ. ശബ്ദപരിധികളിലും ഓൺലൈനിലൂടെയും ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപ പകരണമേ. കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ, വ്യക്തി ജീവിതങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവികമായ സൗഖ്യവും സമാധാനവും നന്മകളും അവിടുന്ന് പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ധൈര്യപ്പെടുത്തണമേ, അവിടുന്ന് ശക്തീകരിക്കണമേ. എല്ലാ പ്രതികൂല ബന്ധങ്ങളിലും അവിടുന്ന് വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ പരിശുദ്ധാത്മാക്കൾ പ്രാപിച്ച ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുവാൻ ഓരോ കുടുംബങ്ങളെയും അവിടുന്ന് സഹായിച്ച് ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ നൽകിയിരിക്കുന്ന നന്മകളെ, സാധ്യതകളെ, വിഭവങ്ങളെ ശരിയായ രീതിയിൽ പ്രയോജനപ്പെടുത്തുവാൻ, നാളേക്കായി സംരക്ഷിക്കുവാൻ, നല്ലവൻ വിശ്വസ്തനുമായ ദാസകൾ എന്നുള്ള വിളിക്കോഹരിക്കാരായി തീരുവാൻ ഞങ്ങളെ അവിടെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദേശത്തെ അവിടുന്ന് സൗഖ്യമാക്കണമേ, അവിടുന്ന് വിടുവിക്കണമേ, കുടുംബങ്ങൾക്ക് സമാധാനം നൽകണമേ. ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാനുള്ള അവസരം വരുന്ന ദിവസങ്ങളിൽ നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകത്തിന്റെ സൗഖ്യത്തിനായി വീണ്ടും നിങ്ങൾ അപേക്ഷിക്കുന്നു. ലോകത്തെ അവിടുത്തെ സൗഖ്യത്താൽ നിറയ്ക്കണമേ. മനുഷ്യരുടെ തെറ്റുകളും കുറവുകളും വീഴ്ചകളും ആർത്തി സംസ്കാരങ്ങളും എല്ലാം ഉപേക്ഷിച്ച്, കുറവുകളെല്ലാം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് വിശുദ്ധീകരണം പ്രാപിക്കുവാൻ, സൗഖ്യം പ്രാപിക്കുവാൻ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഓരോരുത്തരെയും ശക്തി ദൈവത്തെ ആരാധിച്ച് മുന്നേറുവാൻ